നമസ്കാരം. മലയാള പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. 1978 വെള്ളിത്തിരയിൽ എത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ 350-ൽ പരം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ്. മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലായിരുന്നു മോഹൻലാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ. മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധികം വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. താനല്ല, തന്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുകയെന്നാണ് താരം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് തിയേറ്ററിലെത്തി. വാസ്കോ ഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥ പറയുന്ന ചിത്രം 3Dയിലാണ് ഒരുക്കിയിരിക്കുന്നത്. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗമാസ് പ്രഷർ എന്ന രചനയാണ് സിനിമയ്ക്ക് ആധാരം. മോഹൻലാൽ സംവിധായകനായി എത്തുന്ന ആദ്യ ചിത്രം എന്നതുകൊണ്ട് തന്നെ ആരാധക പ്രതീക്ഷ ഏറെയാണ്. സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ സമ്മിശ്ര പ്രതികരണമാണ് നടത്തിയത്. അതിനിടയിൽ ഇപ്പോഴത്തെ ബറോസിൽ നിന്നും എന്തുകൊണ്ട് പിന്മാറിയെന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ പഴയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. ആ കമന്റുകളും ഇപ്പോൾ ചർച്ചയാകുന്നു. വീഡിയോയിലെ പൃഥ്വിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബറോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആടുജീവിതത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ബറോസിൽ അഭിനയിക്കാൻ സാധിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത്. ഞാൻ ബറോസ് ടീമിനൊപ്പം ഒരാഴ്ച ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ സമയവും ചെലവഴിച്ചത് എനിക്ക് സ്വന്തമായി 3D സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാനായിരുന്നു. ഫുൾ ടൈം 3D സ്റ്റേഷനിലായിരുന്നു ഞാൻ. അവർ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന 3D സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. അല്ലാതെ മലയാള സിനിമ ആയതുകൊണ്ട് വില കുറഞ്ഞ സാധനമല്ല ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേന എന്ന തോന്നലായിരുന്നു. പിന്നെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു, സന്തോഷ് ഏട്ടൻ ഷൂട്ട് ചെയ്യുന്നു, ജിജോ സാർ ലൊക്കേഷനിൽ. ഒരു ഫിലിം സ്റ്റുഡൻസ് ഏറ്റവും വലിയ അവസരമായിരുന്നു അത് എന്നായിരുന്നു നടന്റെ വാക്കുകൾ. 2 വർഷം മുമ്പാണ് പൃഥ്വി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ വീഡിയോയ്ക്ക് താഴെ അന്ന് തന്നെ നിരവധി കമന്റുകൾ ആരാധകർ ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പൃഥ്വി നൈസായി രക്ഷപ്പെട്ടതാണെന്ന് കമന്റുകളിൽ ഏറെയുമുണ്ട്. ബറോസ് പരാജയമാകുമെന്ന് പൃഥ്വിരാജിന് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് പിന്മാറ്റമെന്നുമാണ് കമന്റുകൾ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ സിനിമ കണ്ടുവന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നവർ കുറവല്ല. അന്ന് പൃഥ്വി പറഞ്ഞത് മനസ്സിലായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ കാര്യം പിടികിട്ടിയെന്നുമാണ് കമന്റുകൾ. പൃഥ്വിരാജ് ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണെന്നുള്ള കമന്റുകളുമുണ്ട്. ബറോസ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് സിനിമയെന്ന് പറയുമ്പോഴും കുട്ടികളെ തൃപ്തിപ്പെടുത്താനുള്ളത് പോലും സിനിമയിൽ ഇല്ലെന്നാണ് ആക്ഷേപം. 3D അടക്കമുള്ള സാങ്കേതിക വശങ്ങളിൽ സിനിമ മികവ് പുലർത്തിയെങ്കിലും ഒരു കെട്ടുറപ്പുള്ള തിരക്കഥ ഇല്ലാതെ വിരസമായ കാഴ്ചാനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. അതേസമയം 3D പടം എന്ന നിലയിൽ കണ്ടുകഴിഞ്ഞാൽ ബറോസ് ആസ്വദിക്കാനാകുമെന്നാണ് മറുവിഭാഗം പറയുന്നത്. 44 വർഷത്തെ സിനിമാ കരിയറിന്റെ അനുഭവവുമായി സിനിമ പിടിക്കാനിറങ്ങിയ മോഹൻലാൽ നിരാശപ്പെടുത്തിയില്ലെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്.